2024 ഫിനാൻസ് ആക്ട് പ്രകാരം 2024-25 സാമ്പത്തിക വർഷത്തിലെ ഇൻകം ടാക്സ് റേറ്റിൽ NRIകൾക്ക് ചില ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി സെയിലാണ്. ഒരു പ്രോപ്പർട്ടി 2 വർഷത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് എന്നും അതിൽ താഴെയാണ് ഹോൾഡ് ചെയ്യുന്ന ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയും. ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ നമ്മൾ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയും. ആ ഇൻഡെക്സ് എടുക്കാം. അത് സെയിൽ പ്രൈസിന് ഇൻഡെക്സ്ഡ് കോസ്റ്റ് കുറച്ചിട്ട് ബാലൻസ് വരുന്ന എമൗണ്ടാണ് ലോങ് ടൈം ക്യാപിറ്റൽ എന്ന് പറയുക. നിലവിൽ അതിന് 20% ടാക്സ് റേറ്റ് ആണ്. ആ ടാക്സ് റേറ്റിൽ വ്യത്യാസം വരുത്തി അത് 12.5% ആക്കി. പക്ഷേ നമ്മൾ ബെനിഫിറ്റ് മാത്രമല്ല, വേറെ ലോസ് ഉണ്ട്. അതായത് ഇൻഡെക്സേഷൻ എടുത്തു കളഞ്ഞു. NRIകൾക്ക് ഇൻഡെക്സേഷൻ ഉണ്ടാവില്ല. അതേസമയം റെസിഡന്റ് ആണെങ്കിൽ അവർക്ക് ഓപ്ഷനിലാണ്. ഒന്നെങ്കിൽ നമ്മൾ ഈ 12.5% വിത്തൗട്ട് ഇൻഡെക്സേഷന്, അല്ലെങ്കിൽ 20% വിത്ത് ഇൻഡെക്സേഷനും. അവർക്ക് ഏതാണ് കൂടുതൽ ബെനിഫിഷ്യൽ എങ്കിൽ അതിലേക്ക് പോകാം. പക്ഷേ നോൺ റെസിഡന്റ് അത് പറ്റത്തില്ല. ഇത് ഏത് സമയത്താണ് നോൺ റെസിഡന്റ് ആകുന്നത്? നമ്മൾ സെയിൽ നടക്കുന്ന സമയത്താണ്. ആൾ പർച്ചേസ് സമയത്ത് നോൺ റെസിഡന്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ സെയിൽ നടക്കുന്ന സമയത്ത് ആൾ നോൺ റെസിഡന്റ് ആണെങ്കിൽ അതിന് തിരിച്ചും അത് അന്ന് റെസിഡന്റ് ആയിരുന്നു പിന്നെ നോൺ റെസിഡന്റ് ആയ കേസുകളിലാണെങ്കിലും ഇങ്ങനെ തന്നെ. അങ്ങനെയുള്ള കേസുകളിൽ സെയിൽ നടക്കുന്ന സമയത്ത് നോൺ റെസിഡന്റ് ആണെങ്കിൽ ഇവർക്ക് ഈ പറയുന്ന ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഉണ്ടാവില്ല. നേരെ 12.5% ആണ്. പിന്നെ പല പ്രോപ്പർട്ടികളും ആൻസെസ്ട്രൽ പ്രോപ്പർട്ടിയിലുണ്ടാവും. അത് പണ്ട് 2000 ഇയറുകൾക്ക് മുമ്പ് കിട്ടിയ പ്രോപ്പർട്ടി ഉണ്ടാവും. അല്ല അതിനുശേഷം അന്ന് പേരൻസ് ഉണ്ടായിരുന്നു, അതിനുശേഷം നമുക്ക് ഇപ്പം ഗിഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ള കേസുകളിലാണെങ്കിൽ 1/4/2001 കോസ്റ്റ് ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ സെയിൽ പ്രൈസിൽ നിന്ന് അന്നത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ കുറച്ചിട്ട് ബാലൻസ് വരുന്ന എമൗണ്ടിനാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുക. അതിന് ഈ പറയുന്ന 12.5%, അതായത് ജൂലൈ 23, 2024 ശേഷമാണെങ്കിൽ ഈ 12.5%, അതിന് മുമ്പാണെങ്കിൽ 20% വിത്ത് ഇൻഡെക്സേഷൻ ആണ്. അത് ഈ ജൂലൈ 23 ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തത്. അതിന് ശേഷമാണ് ഈ ചേഞ്ചസ് വന്നിരിക്കുന്നത്.